അമ്പലമുകൾ IOC പ്ലാന്റിൽ തൊഴിൽ വിലക്കുമായി CITU നേതാക്കൾ 24 വർഷമായി ഇവിടെ തൊഴിൽ ചെയ്യുന്ന ടാങ്കർ ലോറി ഡ്രൈവറിനും മകൾക്കുമാണ് CITU വിലക്ക് ഏർപ്പെടുത്തിയത്. IOC BPCL പ്ലാന്റുകളിൽ CITUവിന് കപ്പം കൊടുക്കാതെ തൊഴിൽ ചെയ്യാനാകാത്ത സ്ഥിതിയുമാണ് ഉള്ളത് എന്നുള്ളതാണ് ആക്ഷേപം. പ്രശ്നത്തിൽ ഇടപെട്ട BMS യൂണിയൻ പരാതി നൽകിയിരുന്നു. എന്നാൽ നൽകിയ പരാതി പിൻവലിക്കും വരെ വിലക്ക് തുടരുമെന്നാണ് CITUവിൻ്റെ ഭീഷണി. ടാങ്കർ ലോറി ഡ്രൈവർമാരായ അനന്തകൃഷ്ണനെയും മകൾ ലക്ഷ്മിയെയുമാണ് ഇന്ധന നീക്കത്തിനിടെ അകാരണമായി CITU തടഞ്ഞത്. കേരളത്തിലും പിന്നെ തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. നിലവിൽ പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും അച്ഛനും കൂടിയും ചെന്ന് കഴിഞ്ഞപ്പോൾ ATF നിറയ്ക്കാനാണ് ചെന്നത്. അപ്പോൾ ലോഡ് ബില്ല് കൈ കിട്ടി, പഞ്ചിങ് കാർഡും കൈ കിട്ടി. അപ്പോൾ ബില്ല് എല്ലാം വാങ്ങിച്ച് പാസ് എടുക്കണം, കൊച്ചിൻ്റെ ഫൈനിൽ കയറണമെങ്കിൽ പാസ് എടുക്കണം. പാസ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ CITUവിൻ്റെ നേതാവായിട്ടുള്ള ഹരികുമാർ വന്നിട്ട് നിങ്ങൾക്ക് ലോഡില്ല, ക്യാൻസൽ ചെയ്തെന്നും പറഞ്ഞ് ബില്ലും പഞ്ചിങ് കാർഡും ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി. അച്ഛനൊരു BMS ഒരു പ്രവർത്തകനായതുകൊണ്ട് എനിക്ക് അവിടെ കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. IOC BPCL പ്ലാന്റുകളിൽ കപ്പം കൊടുക്കാതെ തൊഴിൽ ചെയ്യാനാകാത്ത സ്ഥിതിയാണുള്ളതെന്നും CITUവിന്റെ ഗുണ്ടാരാജാണ് അവിടെ നിലനിൽക്കുന്നതെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ അമ്പലമുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ATF ആണെങ്കിലും ശരി, കെമിക്കലാണെങ്കിലും ശരി, ടാറ് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ റിഫൈനറിയിൽ നിന്ന് ഏത് ടാങ്കർ ലോറി കയറി നിറച്ച് പുറത്തിറങ്ങണമെങ്കിൽ CITUവിന് കപ്പം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് ഏത് ട്രാൻസ്പോർട്ടർ ആയാലും ശരി, ഏത് വ്യക്തിയാലും ശരി, നോർത്ത് ഇന്ത്യൻ ട്രാൻസ്പോർട്ടർമാർ വന്നാലും ശരി, കേരളത്തിലെ ട്രാൻസ്പോർട്ടർമാരൊക്കെ CITU എന്ന സംഘടനയ്ക്ക് കപ്പം കൊടുക്കണം. CITU എന്ന സംഘടനയുടെ ഒരു ഗുണ്ടാ സംഘം തന്നെ അവിടെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും പ്രവർത്തിക്കുന്നത് ഈ ഇരുമ്പരം BPCL ഉണ്ടല്ലോ, BPCL പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് കപ്പം കൊടുക്കാതെ അല്ലെങ്കിൽ അവരുടെ യൂണിയൻ അംഗങ്ങളല്ലാത്ത ആര് ചെന്നാലും അവർ സമ്മതിക്കാത്തൊരു സ്ഥിതിയാണ്. BMS യൂണിയനിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് തനിക്കെതിരെ CITU തിരിയാൻ കാരണം. BMS യൂണിയൻ പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കുന്നതുവരെ വിലക്ക് തുടരുമെന്ന ഭീഷണിയും CITU ഉയർത്തിയിട്ടുണ്ടെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങള് യൂണിയനിൽ പരാതി പറഞ്ഞു. ഇപ്പൊ യൂണിയൻ അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. ഈ B ഹരികുമാറിനെതിരെ വ്യക്തമായ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് എഴുതി ഒരു പരാതി കൊടുത്തു. ആ പരാതി BMS യൂണിയൻ പിൻവലിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് വണ്ടി ഓടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ കഴിഞ്ഞ ദിവസം അവിടെ വ്യക്തമാക്കിയത്. IOC അടക്കമുള്ള പ്ലാന്റുകളിൽ നിന്നും ഇന്ധന നീക്കത്തിന് വാഹന കരാർ എടുത്തവർക്ക് അവർക്ക് ഇഷ്ടമുള്ള തൊഴിലാളികളെ ഡ്രൈവറായി നിയോഗിക്കാമെന്നിരിക്കെയാണ് കേരളത്തിലെ അപൂർവം ചില വനിതാ ഡ്രൈവർമാരിൽ ഒരാളായ ലക്ഷ്മിക്കും അച്ഛൻ അനന്തകൃഷ്ണനും അമ്പലമുകൾ IOC പ്ലാന്റിൽ CITUവിന്റെ അനധികൃത വിലക്ക്. ജനം, കൊച്ചി.